കഴിഞ്ഞ ദിവസത്തെ ചർച്ചയ്ക്കിടയിൽ ജിൻഡോ ജോൺ CPMന്റെ ന്യായീകരണ തൊഴിലാളിയായ കെ അനിൽകുമാറിനോട് ചോദിച്ച ചോദ്യങ്ങൾ ഓരോ അയ്യപ്പ വിശ്വാസികളും CPM നേതൃത്വത്തോട് ചോദിക്കേണ്ട ചോദ്യങ്ങളാണ്. എനിക്കിപ്പോ മനസ്സിലായിടത്തോളം നിലവിൽ കോടതിയുടെ നിരീക്ഷണവും നമ്മുടെ വാർത്തകൾ വരുന്നതും നമുക്കിടെ മുമ്പിലുള്ള സംശയങ്ങളും ഇതെല്ലാം ഒരു കാര്യം മനസ്സിലാകുന്നത്, അനിൽകുമാറെ പറ്റുമെങ്കിൽ പിണറായി വിജയന്റെ പാർട്ടിക്കും ഈ സർക്കാരിനും ആഗോള അയ്യപ്പ സംഗമം പോലെ ശബരിമലയിലെ സ്വർണം കടത്തിയവരുടെ ഒരു സംഗമം കൂടി നടത്താവുന്നതാണ്. അപ്പോഴെങ്കിലും കണ്ടെത്താൻ പറ്റുമല്ലോ ഈ കാണാതെ പോയ സ്വർണം ആരിൽ നിന്നാണ് കണ്ടെത്തേണ്ടതെന്നുള്ള ഒരു ചർച്ചയും അതിന്റെ ഒരു കമ്മിറ്റി കൂടി എടുക്കുന്നല്ല. അപ്പൊ അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ആരാണ് കേരളത്തിലെ പൊതുസമൂഹത്തിന് മനസ്സിലാകും. ഞാൻ ചോദിക്കുന്നത് 99 സ്വർണ്ണപാളികൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിന് സ്വർണം പൂശാൻ കൊണ്ടുപോയി എന്നാണ് ചോദിക്കുന്നത്. അനിൽകുമാറിന്റെ ചോദ്യം കറക്റ്റാ. അപ്പോൾ നിങ്ങൾ പറയുന്നത് അതിൽ കേടുപാടുകൾ വന്നു, കേടുപാടുകൾ മാറ്റാൻ വേണ്ടിയിട്ടാണ്. 40 വർഷത്തെ വാറന്റിയോടുകൂടി ചെയ്തു കൊടുത്തൊരു കാര്യത്തിൽ ഈ കേടുപാടുകൾ വന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് നിങ്ങൾ മാറ്റുന്നത്. ഇതെല്ലാ വാദവും ഞാൻ അംഗീകരിക്കാം, എല്ലാ വാദവും. ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാ? ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നിങ്ങൾക്ക് എവിടെന്നാ കിട്ടിയേ? ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡിലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തമ്മിൽ എന്താ ബന്ധം? ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നിങ്ങൾ എങ്ങനെയാണ് ഈ സ്വർണം ഇളക്കി കൊടുത്തു വിടാനായിട്ട് ഇത് മെയിൻ്റനൻസ് നടത്താൻ വേണ്ടി കൊടുത്തുവിടാൻ ഏത് റൂള് പ്രകാരമാണ് കൊണ്ടുപോയത്? ട്രാവൻകൂർ ഹിന്ദു റിലീജിയസ് ആക്ട് പ്രകാരവും ദേവസ്വം സബ് ഗ്രൂപ്പിന്റെ മാനുവൽ പ്രകാരവും ഈ ശബരിമലയിലെ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ കസ്റ്റഡിയിലിരിക്കുന്ന ഏത് വസ്തുക്കളുടെ മെയിൻ്റനൻസ് അതിന്റെ മറ്റ് അനുബന്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ആ കോമ്പൗണ്ടിൽ തന്നെ വെച്ച് ചെയ്യണമെന്നാണല്ലോ. അപ്പൊ പിന്നെ നിങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഏത് റൂള് പ്രകാരമാണ് ഈ സ്വർണ്ണപാളികൾ അല്ലെങ്കിൽ ദ്വാരപാലക ശില്പങ്ങളൊക്കെ നന്നാക്കാൻ വേണ്ടി കൊടുത്തു വിട്ടെന്ന് പറയുന്നത്? അത് ഏത് റൂള് പ്രകാരമാണ്? ആരുടെ അറിവോടുകൂടിയാണ്? ആരുടെ ഉത്തരവാദിത്വത്തിലാണ്? ഈ കാണാതെ പോയ സ്വർണത്തിന് ആര് ഉത്തരവാദിത്തം പറയും? അത് നിങ്ങൾ പറയണ്ടേ? ഇപ്പൊ നിങ്ങൾക്കൊരു ബന്ധമില്ല എന്ന് പറഞ്ഞു. നിങ്ങൾക്കൊരു ബന്ധമില്ലെങ്കിൽ കഴിഞ്ഞ 6 വർഷക്കാലം ഈ സ്വർണത്തിലെ മിസ്മാച്ച് നിങ്ങൾ എന്തുകൊണ്ട് അറിയാതിരുന്നു? അത് നിങ്ങൾ അറിഞ്ഞിട്ട് മിണ്ടാതിരുന്നാണോ? അപ്പൊ ഇത് അറിയാതിരിക്കുന്ന ആളുകളാണ്, ഇത് അറിയാൻ യാതൊരു സംവിധാനവും ഇല്ലാത്ത ആളുകളാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തും ദേവസ്വം ബോർഡിൽ ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ പണിക്ക് ചേർന്നവരല്ല. അത് തന്നെ ഞങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ അമ്പല കമ്മിറ്റി ഏൽപ്പിക്കുന്നത് വിശ്വാസികളുടെ കയ്യിലല്ല എങ്കിൽ വലിയ പ്രശ്നമാണ്. വിശ്വാസികളല്ലാത്തവരുടെ അമ്പലങ്ങളിൽ ചേക്കേറുമ്പോൾ ഉള്ള പ്രശ്നമാണിത്. അപ്പൊ നിങ്ങൾക്ക് കഴിഞ്ഞ 6 വർഷക്കാലമായിട്ട് അവിടെ സ്വർണത്തിന്റെ അളവിൽ മിസ്മാച്ച് ഉണ്ടായത് നിങ്ങൾ കണ്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ കണ്ടിട്ടും അത് മിണ്ടാതിരുന്നെങ്കിൽ, അത് രജിസ്റ്ററിൽ രേഖപ്പെടുത്താതിരുന്നെങ്കിൽ, അത് എന്തുകൊണ്ട്? ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? ആരുടെ ബിനാമിയാണ്? അപ്പൊ ഇതെല്ലാം പുറത്തു വരണം. അത് പുറത്തു വരണ്ടേ? അപ്പൊ നിങ്ങൾക്ക് ഗൂഢാലോചന ഉണ്ടെന്നാണ് അനിൽകുമാർ ഇന്നലെയൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടത്. എന്താ ഗൂഢാലോചന? ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കുറിച്ച് നിങ്ങൾക്കൊരു സംശയം ഉണ്ടോ? എങ്കിൽ ആ സംശയത്തിൽ നിങ്ങൾ ആരെയൊക്കെ നിർത്തുന്നു? ആ സംശയം അന്വേഷിക്കപ്പെടണ്ടേ? ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഉത്തരവാദിത്തത്തിലാണ് സ്വർണം കാണാതായെങ്കിൽ അയാളെ പ്രതിയെടുത്ത് കേസെടുക്കാത്തെന്താ? ശബരിമല ശാസ്താവിന് സമർപ്പിക്കപ്പെട്ടിട്ടുള്ള കാണിക്കയായി കൊടുത്തിട്ടുള്ള സ്വർണത്തിൽ 4 കിലോയിലധികം തൂക്കത്തിൽ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാത്രമാണ് നിങ്ങൾ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നതെങ്കിൽ ഈ സംശയിക്കപ്പെടുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശാസ്താവിന്റെ സ്വർണം കട്ട കേസിൽ നിങ്ങൾ എന്താ പ്രതി ചേർക്കാത്തത്? അത് പറയണ്ടേ? അപ്പൊ നിങ്ങൾക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ള ഒരു ആളെ വെച്ചിട്ട് നിങ്ങൾക്ക് മറ്റാരെയോ സംരക്ഷിക്കാനുണ്ട്. അപ്പൊ ഇതെല്ലാം അന്വേഷിക്കപ്പെടണം. ഞങ്ങളുടെ പോയിന്റ് അതാണ്. നിങ്ങൾ 6 കൊല്ലക്കാലം കാണാതിരുന്നു അല്ലെങ്കിൽ കണ്ടിട്ട് മിണ്ടാതിരുന്നത് ആരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാ? ഇത് കേവലം ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല. ഇപ്പൊ അനിൽകുമാർ പറഞ്ഞത് ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഒരു പോറ്റിയും വരണ്ട, അതുകൊണ്ടാണ് ഞങ്ങൾ ആഗോള അയ്യപ്പ സംഗമം നടത്തി സ്പോൺസർമാരെ വിളിക്കുന്നതെന്ന്. നിങ്ങൾ ഒറ്റയ്ക്ക് കൊണ്ടുവന്ന ഒരു പോറ്റി ഇത്തരം ചെയ്തെങ്കിൽ നിങ്ങൾ ഒരുപാട് പോറ്റിമാരെ ഒന്നിച്ചു കൊണ്ടുവന്നാൽ ആ ശബരിമല ശാസ്താവിനെ തന്നെ നിങ്ങൾ തൂക്കി വിൽക്കില്ല എന്ന് എന്തുറപ്പാവുള്ളത്? അനിൽകുമാറിന് പറയാൻ പറ്റുമോ? ഈ ദേവസ്വം ബോർഡ് പറയാൻ പറ്റുമോ? ഈ ദേവസ്വം വകുപ്പ് മന്ത്രിക്ക് പറയാൻ പറ്റുമോ? പിണറായി വിജയൻ സർക്കാരിന് പറയാൻ പറ്റുമോ? ഉത്തരവാദിത്തം ആർക്കാണ്? ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മാത്രമാണ് ഉത്തരവാദിത്തം. കൂടുതലൊന്നും പറയാനില്ല. ഇനിയും ഈ പെറ്റകളെ വിശ്വസിക്കുന്നവരോട് പൊതുസമൂഹത്തിന് തോന്നുന്നത് ഒരൊറ്റ വികാരമാണ്, പരമപുച്ഛം മാത്രം.